ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് അംഗൻവാടിയിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഘോഷയാത്രയും പായസമൊക്കെ ആയിട്ട് അങ്ങനെ പിള്ളേരെല്ലാവരും വരിക്ക് നല്ല വെള്ളക്കുപ്പായവും തൊപ്പിയൊക്കെ വെച്ച് സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചുവിന് തൊപ്പിയില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇച്ചുവിനൊരു തൊപ്പിയൊക്കെ അവൻ കീറിക്കളഞ്ഞു. എന്ത് ചെയ്യാൻ, പിന്നെ തൊപ്പി ഇടേണ്ടത് ഞാനും വെച്ചു. അങ്ങനെ അവൻ തൊപ്പി ഇടാണ്ടാണ് നടക്കുന്നത്. കുറേ പിള്ളേർക്ക് തൊപ്പി ഉണ്ടായില്ല, കുറേ പിള്ളേർക്ക് തൊപ്പിയുണ്ട്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ചെണ്ടയൊക്കെ മുട്ടിക്കൊണ്ട് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ ചെണ്ടയൊക്കെ മുട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെണ്ട മുട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങോട്ട് ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒന്ന് ഇവിടം വരെ നടന്ന് കുറച്ച് ദൂരം നടന്ന് തിരിച്ചിങ്ങോട്ട് വരിക, അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇച്ചുവിന് ചെണ്ട മുട്ടി നടക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടായിന്. അങ്ങനെ ചെണ്ടയൊക്കെ മുട്ടി റോസാപ്പൂവും പോസ്റ്ററും കാര്യങ്ങളൊക്കെ പിടിച്ചു. അങ്ങനെ ഇച്ചുവിനും റോസാപ്പൂ കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ പ്രഥമ പായസം ഉണ്ടായിരുന്നു, അതും കൂടി കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ ഇപ്പം എത്ര പെട്ടെന്നാണ് വളർന്നു പോകുന്നത്. ഞാൻ ഇച്ചു ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അയ്യോ പിള്ളേരൊക്കെ ഭയങ്കര വേഗം വളരും. പക്ഷേ ഇച്ചു ഒന്നും ഇപ്പം നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് പെട്ടെന്നൊന്നും വളരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ അമ്മയോട് പറയും കേട്ടോ. അങ്ങനെ വേഗമൊന്നും വളരുന്നില്ലല്ലോ, അതെന്താന്ന് അല്ലെങ്കിലും അങ്ങനെ ആവാത്ത, പെട്ടെന്നൊന്നും വളർന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അമ്മയോട് പറയും, അയ്യോ ചെറുതല്ല കുറച്ച് വേഗം വലുതാവണം എന്നൊക്കെ. പക്ഷെ വലുതായി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് വലുതിനും ബുദ്ധിമുട്ടുണ്ട്, ചെറുതായാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ പെട്ടെന്ന് വലുതാകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ചെറുതായി ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബേക്കിൽ കൂടി നടക്കും. വയ്യാകുമ്പം ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇപ്പം തന്നെ മാക്സിമം എൻജോയ് ചെയ്തോളൂ. ബൈ.